മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഹൈസം വ്ലോഗിന്റെ വരവ്. നല്ല വീതിയിലും നീളത്തിലും അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് ആണ് ഇത്. ഇതിന്റെ അപ്പുറത്തോട്ടാട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. അപ്പൊ കിച്ചണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫുഡോ കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വീടുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിട്ട് ഇന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ തിരൂര് മംഗലത്താണ് കേട്ടോ. അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് അനീഷ് നജ്മ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് അതിമനോഹരമായി തന്നെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ചെയ്ത വീടിന്റെ വിശേഷങ്ങൾ അറിയണ്ട നിങ്ങൾക്ക്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. ഒരു വീട്ടിലോട്ട് വരുമ്പോഴേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക ഇവിടുത്തെ ഗേറ്റ് അല്ലേ. നല്ല അടിപൊളിയായിട്ട് വീടിനോട് മാച്ച് ആക്കിക്കൊണ്ടാണ് ഗേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നേരെ കാണാൻ പറ്റുന്ന തരത്തിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യത്തിലേറെ മുറ്റം വരുന്നുണ്ട്. മുറ്റത്തിന്റെ 2 ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുറ്റത്തായിട്ട് മൊത്തത്തിൽ ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് സ്റ്റോൺ ആണ് കേട്ടോ. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 70 രൂപയാണ് ആയിട്ടുള്ളത്. ഈവനിങ് ടൈമിലൊക്കെ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ ആയിട്ട് ഒരു സ്വിംഗ് ചെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഫ്ലാറ്റ് റൂഫും സ്ലോപ്പ് റൂഫും ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്ലോപ്പ് റൂഫ് ആക്കി കൊടുത്തിട്ട് അവിടെ ഓടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനാണ് വീടിന്റെ എക്സ്റ്റീരിയറിൽ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഒപ്പം വീടിന്റെ ഈ ഒരു കളർ കോമ്പിനേഷനും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഏരിയ ഒക്കെ എത്രത്തോളം മനോഹരമാക്കാവോ അത്രയും അടിപൊളിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഷോള് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവിങ്ങിന്റെ ഒരു പോർഷൻ ആട്ടോ. അവിടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ബെഡ്റൂമിൽ നിന്നായിട്ട് ഇവിടെ ഒരു ബാൽക്കണി കൂടി കാണാവേ. അപ്പൊ നമുക്കിനി നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. 2 പില്ലേഴ്സ് കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടിലോട്ട് കയറാനായിട്ട് അത്യാവശ്യം നീളത്തിലും വീതിയിലും ഒരേപോലെ വരുന്ന 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പിലായിട്ടും നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ബോർഡറിലായിട്ടും ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. നല്ല വീതിയിലും നീളത്തിലും അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് ആണ് ഇത്. ഇവിടെ ഇരിക്കാനായിട്ട് ഇതുപോലെ 4 ചെയർ ആണ് കൊടുത്തിട്ടുള്ളത്. വുഡിന്റെ ചെയർ ആണ്. ഇരിക്കുന്ന ഭാഗത്തായിട്ട് കുഷ്യൻ വരുന്ന ടൈപ്പാണ് കേട്ടോ. 4500 രൂപ ഒരു ചെയറിന് വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടീ ടേബിൾ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വോളിലായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരേ ഡിസൈനിൽ വരുന്ന 3 വോൾ ലൈറ്റ്സ് ആണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡോർ വരുന്നത്. അപ്പൊ നമ്മൾ നേരെ വരുന്ന ഈ ഒരു പാസേജിലായിട്ട് തന്നെ ഒത്തിരി ഭംഗിയായിട്ട് സീലിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു വുഡൻ തീമിൽ പാനൽ ചെയ്തിട്ട് അതിലായിട്ട് സിലിണ്ടർ ലൈറ്റ്സും മറ്റു ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ അത് വന്നിട്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ മെയിൻ ഡോർ നോക്കാം. ഡോർ വന്നിട്ട് 4 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. അതിന്റെ ആ ഒരു ഹാൻഡിൽസ് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഡിസൈനിൽ ഒരു വ്യത്യസ്തതയുണ്ട്. ഇത് വന്നിട്ട് മഹാഗണി വുഡിലാണ് കേട്ടോ. തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു വോളിൽ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ആരാ വന്നേന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ കൂടി കാണാം. ഡോർ തുറന്ന് നമ്മൾ കയറി വരുമ്പോഴേ നേരെ എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. വളരെ മിനിമൽ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 വശത്തായിട്ട് ഇതുപോലെ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ട് ആയിട്ട് ഒരു കസ്റ്റമൈസ് ചെയ്ത സോഫയാണ്. ഏകദേശം 42,000 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടീ ടേബിൾ നോക്കിക്കേ. ഇതിന്റെ ആ ഒരു ലെഗിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. കൂടാതെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോഫയുടെ ഒക്കെ കളർ തീമിനോട് മാച്ച് ആക്കിക്കൊണ്ട് ഇവിടെ ഇതുപോലെ ഫുൾ കേർട്ടൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ടില്ലേ, ആ ഒരു പ്ലാന്റ് ഒക്കെ കൊടുത്ത ഭാഗമാണ്. ഇവിടെ ഇതുപോലെ ഡബിൾ കർട്ടൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇവിടെ സീലിംഗിലായിട്ട് ഇതേപോലെ ആട്ടോ ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് സിൽവാന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് വിസിബിൾ ആയിട്ടുള്ള രീതിക്കാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ട് ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഡൈനിങ്ങിന്റെ ഏരിയയിലോട്ട് കയറി വരുമ്പോൾ തന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വോളാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഷോക്കേസ് ഇല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇതിന്റെ അപ്പുറത്തോട്ടാട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. അപ്പൊ കിച്ചണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫുഡോ കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ഏരിയക്ക് വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽക്ക് ഒതുങ്ങിയ തരത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടേബിൾ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ അറേഞ്ച്മെന്റ്സ്. നല്ല കുഷൻ വരുന്ന അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു ചെയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയന്റെ ഭാഗത്തായിട്ടും സീലിംഗിൽ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ മൊത്തത്തിൽ ലൈറ്റ്സ് കൂടാതെ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി കാണാവേ. ഇനി അവിടുന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫാമിലി ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് പുറത്തോട്ടൊക്കെ കാണാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ആയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതുപോലെ ഗ്ലാസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈമിലൊക്കെ നല്ലോണം ഉള്ളിലോട്ട് പ്രകാശം കിട്ടാനും അതേപോലെ തന്നെ 2 ഭാഗത്തായിട്ട് ഇതുപോലെ ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല കാറ്റൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ല രസമായിരിക്കും അല്ലെ. ഇനിയിപ്പോ നമുക്ക് പ്രൈവസി വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻ കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിൽ ടോട്ടൽ നമുക്ക് കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 60,000 രൂപയാണ്. ഇനി നമ്മളെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊതുവെ പറയാറുണ്ട് നമ്മുടെ ഹാളിൽ നിന്നൊക്കെ കാണുന്ന തരത്തിൽ വാഷ് ഏരിയ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിക്ക് ചെയ്യുന്നതാണെന്നല്ലേ. അതേ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ബാക്ക് വോളായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന പ്രിന്റഡ് ടൈല് കൊടുത്തിട്ടുണ്ട്. അതിലായിട്ടും നല്ലൊരു ഡിസൈനിൽ വരുന്ന മിറർ ആണ് വരുന്നത്. താഴെയായിട്ട് നോക്കിയാൽ ഇത് നമ്മുടെ വാഷ് ബേസും വന്നിട്ടും നല്ലൊരു കളർ തീമിൽ തന്നെയാണ് കേട്ടോ. താഴെയായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വന്ന് നമ്മുടെ ഫോമൽ ലിവിംഗ് ഏരിയ കണ്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയും കണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടാണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ TV യൂണിറ്റ് കൊടുത്താൽ നമ്മൾ എവിടെ ഇരുന്ന് കാണുന്നുള്ള ഒരു ഇതില്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഒരു കുഞ്ഞു ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു TV യൂണിറ്റ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിനിമൽ ലുക്കിലാട്ടോ ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഷോക്കേസും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഷെൽഫും താഴെയായിട്ട് ഡ്രോയറും വരുന്നുണ്ട്. നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തതായിട്ട് കാണാവേ. നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നീളത്തിൽ ഒരു 4 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 28,000 രൂപയാണ് കേട്ടോ ഈ ഒരു സോഫയ്ക്ക് വരുന്നത്. ഇനിയിപ്പോ നമ്മളത് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടാണ് നമ്മുടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് 2 ബെഡ്റൂംസും വരുന്നുണ്ട്. നമ്മുടെ ഫോമൽ ലിവിംഗ് ഏരിയയിൽ കണ്ട പോലെ തന്നെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാലും നാച്ചുറൽ ലൈറ്റിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ടോട്ടൽ ഈ വീട്ടിൽ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 7 ലക്ഷം രൂപയാണ് കേട്ടോ. വീട് മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്വസ്തി ഡിസൈനിങ് സ്റ്റുഡിയോ ആണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീടിന്റെ വർക്കിനൊക്കെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം നമ്മുടെ ഹൗസ് ഓണർ പറയുന്ന ഒന്ന് കേൾക്കാട്ടോ. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു കാര്യമാണ് സ്വന്തം ഭവനം അത് പണി തുടങ്ങി വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ളത്. ഏതായാലും ഈ ഒരു സ്വപ്നം പൂർത്തീകരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഇതിൻ്റെ A to Z വർക്കുകൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന സ്വസ്തി ഡിസൈൻസ് എടപ്പാൾ ദീപക് നമ്മുടെ പ്രിയ സുഹൃത്തു കൂടിയാണ്. അതേപോലെ അൻസർ ബാബു, നമ്മൾ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്കുകൾ. നിങ്ങൾക്കറിയാം, പലരും ഇത് കാണുന്നവർ പലർക്കും പ്രവാസ ലോകത്തു നിന്നുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും വീടിൻ്റെ കാര്യത്തിൽ. അത് അവിടെ പ്രശ്നം, ഇത് പണിക്കാരെ കിട്ടാത്ത പ്രശ്നങ്ങൾ, ഡിസൈൻ വേറെ ആവുന്നത്, ഇൻറ്റീരിയർ വേറെ ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു ഇവരുടെ ഈ ഒരു വരവ്. അതൊരു ബിസിനസ് ആയിട്ടല്ല അവർ കണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങൾ. ഒരു വീട് പണി കഴിഞ്ഞ് 1 മാസം ആവുന്ന ഈ ഒരു സമയത്ത് ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നതുകൊണ്ട് ഓരോ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ട്സായി മാറിയ ആ സ്വസ്തിയോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഏതായാലും വളരെ ഭംഗിയായിട്ട് വളരെ സമയബന്ധിതമായിട്ട് തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ തീർത്തത്. വലിയ ആർഭാടങ്ങളൊന്നും ആയിട്ടല്ല. ഒരു 2400 ഒതുങ്ങുന്ന ഒരു സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന നമ്മുടേതായ ഒരു സാധാരണക്കാരൻ്റെ ലിമിറ്റിൽ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു വർക്കായിട്ടാണ് ഞങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിന് പിന്നെ പ്രവർത്തിച്ചവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഇനി ഇവിടുത്തെ
കിച്ചണിലോട്ടാണ് വരുന്നത്. നല്ലൊരു അടിപൊളി കളർ തീമിൽ ഒത്തിരി സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ. നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തതായിട്ട് കാണാം. 2 കഫേ ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടോപ്പിലായിട്ട് നോക്കിയാൽ നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ കിച്ചന്റെ കബോർഡ് മൊത്തത്തിൽ ഇതുപോലെ മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ കബോർഡ് മാത്രമല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കട്ടിലും അതുപോലെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ മൾട്ടി വുഡിൽ തന്നെയാണ്. ഇവിടാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ ഒരു ഡോർ വരുന്നത്. ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ സി ടൈപ്പിലായിട്ടാണ് ഇവിടെ നമ്മുടെ കിച്ചന്റെ റാക്ക് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ടാണ് കബോർഡ്സ് ഒക്കെ വരുന്നത്. ഡേ ലൈറ്റ്സിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് നമ്മുടെ കിച്ചണിലായിട്ടും ഇതുപോലെ നാച്ചുറൽ ലൈറ്റ്സിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ മാത്രമല്ല മുകളിലായിട്ടും ഇതേപോലെ ക്യാബിൻസ് ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഈ ഒരു ഹാൻഡിൽ വന്നിട്ടാണെങ്കിലും കൂടാതെ ഈ ഒരു കളർ തീമൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ. അതേപോലെ തന്നെ ഒത്തിരി കപ്പാസിറ്റി വരുന്ന സ്റ്റോറേജ് തന്നെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ആയിട്ടൊക്കെ ഇതുപോലെ ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ യൂണിറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ട്രോളി യൂണിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ സ്റ്റോറേജ് യൂണിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഷോ കിച്ചൺ കൺസെപ്റ്റിലാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ബേസിൻ കൊടുത്തത് വരെ അതിനൊക്കെ നല്ല മാച്ച് ആക്കിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് കിച്ചൺ വരുന്നത്. കയറി വരുമ്പോൾ തന്നെ നീളത്തിലായിട്ട് ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹുഡൻ ഹോബിനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് നോക്കിയാലും ഇതുപോലെ ക്യാബിൻസ് കാണാട്ടോ. നമ്മുടെ ഈ ഒരു കിച്ചണിലോട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് ഇതുപോലെ മിനി വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാലും നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് വിറകൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കാണാട്ടോ. ഇവിടെ സ്റ്റോർ റൂം വരുന്നില്ല, പകരം ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ടോൾ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ബെഡ്റൂമിൽ വരുമ്പോൾ നല്ല അടിപൊളി കളർ തീമിൽ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. നടുക്കായിട്ട് കോട്ടും സൈഡിലായിട്ട് തന്നെ സൈഡ് ടാബിൾസ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡ് ആ വോളിൽ ഫിക്സഡ് ആണ്. അതേപോലെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷൻ ഒക്കെ വരുന്നുണ്ട്. 2 ഭാഗത്തുള്ള വിൻഡോസിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഇതുപോലെ ഫുൾ കർട്ടൻ ആട്ടോ വരുന്നത്. അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ആ ഒരു കളർ തീം ഒക്കെ നോക്കിയേ. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാവേ. നല്ല സൗകര്യത്തില് അടിപൊളിയായിട്ട് തന്നെ ടൈലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂം ആണ് കേട്ടോ. ഇത് വാഷ് ഏരിയന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ലുക്കിൽ ചെയ്ത ഒരു ബെഡ്റൂം തന്നെ ആണ് കേട്ടോ. ഇവിടെയും ഇതേ കോട്ട് വരുന്നുണ്ട്. 2 സൈഡിലായിട്ടും സൈഡ് ടേബിളും കുഷ്യനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫുൾ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ആ ഒരു സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ഒക്കെ വരുന്നത്. ഈ റൂമിലായിട്ട് നമ്മുടെ വാർഡ്രോബിനും അതുപോലെ തന്നെ ബാത്റൂമിനും സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാത്റൂം ഒന്ന് നോക്കാട്ടോ. ഈ ബാത്റൂമിലോട്ടും കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ വാഷ് ഏരിയന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്ത ബാത്റൂം ആട്ടോ. നമുക്കിനി മുകളിലത്തെ വിശേഷങ്ങളൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മുടെ സ്റ്റെയറിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഹാൻഡ് റെയിൽ വന്നിട്ട് ജിയായിലും വുഡിലും ആണ് കേട്ടോ വരുന്നത്. ടോപ്പ് റെയിലായിട്ട് മഹാഗണി വുഡാണ്. സ്റ്റെപ്പിലായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിലൊക്കെ കണ്ട സെയിം ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റെയർ ഏരിയന്റെ ഭാഗത്തുനിന്ന് വിസിബിൾ ആവുന്നത് നമ്മുടെ ആ ലിവിംഗിന്റെ സീലിംഗിൽ കണ്ട ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കാര്യമൊക്കെ ആണ് കേട്ടോ. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഇവിടെ സീലിംഗിലായിട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി ലിവിംഗിന്റെ ഭാഗത്ത് സീലിംഗും ഇവിടെ വിസിബിൾ ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ്. 2 ബെഡ്റൂംസ് ഈ 2 ഭാഗത്തായിട്ടാണ് വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ടും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം കണ്ട 2 ബെഡ്റൂമിന്റെ ഒക്കെ ആ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കോട്ടിന് ഒരു വശത്തായിട്ടാണ് സൈഡ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഫർണിച്ചേഴ്സിന്റെ റേറ്റ് ഒക്കെ പറയുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് എന്തിനാ ഇപ്പൊ ഫർണിച്ചേഴ്സിന്റെ റേറ്റും കാര്യമൊക്കെ പറയേണ്ടത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ടേബിളിന്റെ റേറ്റ് എത്രയാ അതേപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളെ റേറ്റ് ഒക്കെ ഇങ്ങനെ കമന്റിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അതിന്റെ റേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഈ ഒരു റൂമിലും നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ട പോലെ തന്നെ വാർഡ്രോബിനും ബാത്റൂമിനും സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ആ ഒരു സെയിം രീതിക്ക് തന്നെയാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. നമ്മൾ എക്സ്റ്റീരിയറിന് ഒരു ബാൽക്കണി കണ്ടില്ലേ. അപ്പൊ ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ ആ ഒരു ബാൽക്കണി വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ബാൽക്കണി ആട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിക്ക്
തന്നെ സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ 4ാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട 3 ബെഡ്റൂമിലും ചെറിയൊരു ചേഞ്ചിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതന്നെ നമ്മുടെ കോട്ട് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സൈഡ് ടേബിൾസ് ഒക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൂടാതെ ബാക്ക് വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, എല്ലാവരും പറയാറുണ്ട് പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതിന്റെ പ്രശ്നം. ചില വീട്ടുകാർക്ക് പ്ലാൻ തരുന്നതിനോട് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അവരെ കയ്യിൽ നിന്ന് നമുക്കത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. തരുന്ന ആൾക്കാരതൊക്കെ നമ്മൾ സൈസും അതുപോലെ തന്നെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണ് പ്ലാൻ എങ്കിൽ നമ്മൾ ഈ വീടിന്റെ വർക്കൊക്കെ ചെയ്ത ആളുകളുടെ നമ്പറൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ വീടിന്റെ നൈറ്റ് ലുക്ക് വന്നിട്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.